ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വ്യൂ ടു ലേൺ. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനൊരു പാർട്ടും കൂടി ഉണ്ടാവും. അപ്പൊ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണുക, നന്നായി പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ട്രാജഡി, എന്തൊക്കെയാണ് ട്രാജഡിയുടെ എലമെൻറ്റ്സ് എന്നൊക്കെ നോക്കി. സോ ആ എലമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് പ്ലോട്ട് ഈസ് നോൺ ആസ് ദ സോൾ ഓഫ് ദി പോയിട്രി. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയിട്രിയുടെ സോൾ എന്ന് പറയുന്നത് പ്ലോട്ടാണ്. അതുപോലെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിസ്റ്റിക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഇൻസിഡൻസ് ആണ്. നല്ലൊരു പ്ലോട്ടിനകത്ത് യൂണിറ്റി ഓഫ് ആക്ഷൻ, ടൈം ആൻഡ് പ്ലേസ് വേണമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. എന്താണ് ഈ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് നോക്കാം. ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് വൺ അനദർ അപ്പിയർ ടുഗെദർ ആസ് വൺ ഹോൾ. അതായത് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പ്ലോട്ടിനകത്തുള്ള ആക്ഷൻസ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു പ്രോപ്പർ ബിഗിനിങ്, മിഡിലും എൻഡും വേണമെന്നല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലോട്ടിന് യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെയുള്ളപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിനെ എടുത്ത് മാറ്റി അതിനെ ഒന്ന് ഡിസ്ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്തായി പോവും? മൊത്തം പ്ലോട്ടും ഡിസ്റ്റർബ് ആവണം. അത്രയ്ക്ക് വെൽ പ്രസൻറ്റഡ് ആയിരിക്കണം ഒരു പ്ലോട്ട്. ട്രാജഡീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം, ട്രാജഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ആർക്കാണോ ആ ട്രാജിക് ഫ്ലോ ഉണ്ടാകാൻ പോകുന്നത്, ഒന്നുകിൽ ഹീറോ ആയിരിക്കാം, അല്ലെ ഹീറോയിൻ ആയിരിക്കാം. എസ്പെഷ്യലി ഹീറോ ആയിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ആ ഹീറോയെക്കുറിച്ചാണ് പ്ലോട്ടിൽ കൂടുതലായും പരാമർശിക്കപ്പെടേണ്ടത് എന്നാണ് യൂണിറ്റി ഓഫ് ആക്ഷനിൽ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, യൂണിറ്റി ഓഫ് ടൈം. Tragedy is an endeavor to confine itself into a single revolution of the sun എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് സിംഗിൾ റെവല്യൂഷൻ ഓഫ് ദി സൺ, അതായത് ഒരു സൂര്യാസ്തമയത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കണമെന്നാണ് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാലിറ്റിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും അത് ഒരു പ്രസൻറ്റേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ സംഭവിക്കാൻ എടുക്കുന്ന സമയവും ഏറെക്കുറെ സെയിം ആയിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സി ദ യൂണിറ്റി ഓഫ് പ്ലേസ്. ഇത് ഏറെക്കുറെ യൂണിറ്റി ഓഫ് ടൈമുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഒരു ആക്ഷൻ നടക്കുന്നതിനെക്കുറിച്ചും അതിനെടുക്കുന്ന സമയത്തെക്കുറിച്ചും യൂണിറ്റി ഓഫ് പ്ലേസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാജഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിസിക്കൽ ലൊക്കേഷനിലായിരിക്കണം നടക്കേണ്ടത്. ട്രാജഡി ഷുഡ് എക്സിസ്റ്റ് ഇൻ എ സിംഗിൾ ഫിസിക്കൽ ലൊക്കേഷൻ. പണ്ട്, അതായത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം, സ്ഥലങ്ങളെല്ലാം ആളുകളുടെ മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പല സീനറികളും പ്ലക്കാർഡ്സും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സീനറി മാറ്റലും പ്ലക്കാർഡ്സ് മാറ്റലും എല്ലാം ആ ഒരു കഥയുടെ മനോഹാരിത നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഒരു സിംഗിൾ ഫിസിക്കൽ ലൊക്കേഷൻ ഇതിനു വേണ്ടി ഫിക്സഡ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. സോ ലെറ്റ് us see the very next slide. എ ഗുഡ് ട്രാജിക് പ്ലോട്ട്. എന്തായിരിക്കണം ഒരു ഗുഡ് ട്രാജിക് പ്ലോട്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ട്രാജഡി എന്ന് പറയുന്നത് പിറ്റി ആൻഡ് ഫിയർ അറോസ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ട്രാജഡിയുടെ ചേഞ്ച് ഓഫ് ഫോർച്യൂൺ എങ്ങനെയായിരിക്കണം? ഫ്രം ഗുഡ് ടു ബാഡ്. അതായത് വളരെ സമ്പന്നനായ ഒരു പ്രൊട്ടഗോണിസ്റ്റാണ് നമുക്കുള്ളതെന്ന് വെച്ചോ, ഹീറോയാണ് നമുക്കുള്ളതെന്ന് വെച്ചോ, അവിടെ നിന്ന് അദ്ദേഹം വളരെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ചെന്ന് വീഴുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സറിവില്ലാതെയോ ഇനി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടോ എങ്ങനെയോ ആയിക്കോട്ടെ, നല്ലൊരു പൊസിഷനിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. ആ ഒരു കണ്ടീഷനിൽ അത് കാണുന്ന കാണികളുടെ ഉള്ളിലേക്ക് ഒരുപാട് ഇമോഷൻസ് കടത്തിവിടും. അത് മാത്രമല്ല, ആ കാണികൾക്ക് ഹീറോയോട് ഒരു പിറ്റി എന്ന ഇമോഷൻ തോന്നാൻ ഇത് കാരണമാവുകയും ചെയ്യും. പ്ലീസിങ് ആൻഡ് മെ നോട്ട് പ്രൊവൈഡ് എ ട്രാജിക് പ്ലഷർ ദാറ്റ് വി നോ. അവസാന ഭാഗം വളരെ പ്ലീസിങ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കോമഡി ആയിരിക്കും. അത് ട്രാജഡി ആവാൻ ഒരു ചാൻസും ഇല്ല. ഫോർ എക്സാമ്പിൾ, പൊറിഞ്ചു മറിയം ജോസ് എടുക്കുക അല്ലേ. എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അവസാനത്തിൽ ആ ക്യാരക്ടർ എന്താ പറയുക, നമ്മുടെ ഹീറോ മരണപ്പെടുന്നു. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എലമെൻ്റാണത്. അവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു നല്ല ട്രാജിക് പ്ലോട്ടാണ്. അങ്ങനെയായിരിക്കണം ട്രാജിക് പ്ലോട്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒരിക്കലും പ്ലീസിങ് ആയിരിക്കരുത്. സോ പിറ്റി ആൻഡ് ഫിയർ അറോസ് ചെയ്യാൻ രണ്ട് വ്യത്യസ്ത വഴികളുണ്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ലെറ്റ് us see that. സ്പെക്ടാക്കുലർ മീൻസ് ഓർ തിയേട്രിക്കൽ എഫക്റ്റ്.
അതായത് നമ്മൾ നേരത്തെ ട്രാജഡിയുടെ എലമെൻസിൽ കണ്ടായിരുന്നു സ്പെക്ടാക്കിൾ. എന്താണത്? സ്റ്റേജ് മെക്കാനിസം അല്ലേ? സ്റ്റേജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ രീതികളെക്കുറിച്ചുള്ള എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റേജിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലൂടെ പിറ്റി ആൻഡ് ഫിയർ ഇവോക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കൽ ടോർച്ചർ, നമ്മുടെ കഥാപാത്രം അതായത് നമ്മുടെ ഹീറോയിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു, വല്ലാതെ ഉപദ്രവിക്കുന്നു, അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഫിയറും പിറ്റിയൊക്കെ വരും. അതേപോലെ ബാഡ്ലി അപ്പിയറൻസ്, ലാമെൻറ്റേഷൻ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം? പിറ്റി അല്ലെങ്കിൽ ഫിയർ അറോസ് ചെയ്യാം. ഇന്നർ സ്ട്രക്ചർ ഓഫ് ദ പ്ലോട്ട്, അതായത് പ്ലോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കത് സ്വന്തം നമ്മുടെ ഉൾക്കാഴ്ച വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ പിറ്റി ആൻഡ് ഫിയർ ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഇവോക്ക് ചെയ്യാം. അതായത് ഒരു പക്ഷേ നമ്മുടെ ഹീറോ അറിയാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആരെയും കൊല്ലേണ്ടി വരുന്നു. പിന്നീട് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ കുറേ തത്രപ്പാട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. അദ്ദേഹം രക്ഷപ്പെട്ടാൽ മതി, അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഹീറോ രക്ഷപ്പെടണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇങ്ങനെ പിറ്റി ആൻഡ് ഫിയർ ഇവോക്ക് ചെയ്യാൻ 2 രീതികളുണ്ടെങ്കിലും അതിൽ കൂടുതൽ പ്രാധാന്യം ഇന്നർ സ്ട്രക്ചർ ഓഫ് ദ പ്ലോട്ടിനാണ് എന്ന് അദ്ദേഹം പറയുന്നു. സോ ലെറ്റ് us see the എലമെന്റ്സ് ഓഫ് ട്രാജിക് പ്ലോട്ട്. ഈ 2 ടേംസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. കോംപ്ലിക്കേഷൻ ഓർ റൈസിങ് ആക്ഷൻ, ഡിനോമെന്റ് ഓർ ഫോളിങ് ആക്ഷൻ. ആദ്യത്തേത് അതായത് റൈസിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ ആക്ഷൻ ഫ്രം ദ ബിഗിനിങ് ടു ദ പോയിന്റ് വേർ ഇറ്റ് ടേക്സ് എ ടേൺ ഫോർ ഗുഡ് ഓർ ഇൽ. ആ ഒരു പ്ലോട്ടിലെ സ്റ്റാർട്ടിങ് തൊട്ട് ബിഗിനിങ് തൊട്ട് ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടാകുന്ന കഥാപാത്രത്തിന് നല്ല കാര്യമാണോ അല്ലെങ്കിൽ മോശം കാര്യമാണോ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു കഥയിലെ ടേണിംഗ് പോയിന്റ് വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻ ഓർ റൈസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഡിനോമെന്റ് ഓർ ഫോളിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസ് ഫ്രം ദ ടേണിംഗ് പോയിന്റ് ടു ദി എൻഡ്. അവസാനം ആ ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഡിനോമെന്റ് ഓർ ഫോളിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം: കോംപ്ലിക്കേഷൻ ടൈസ് ദി ഈവൻസ് ഇൻ ടു ടാൻസിൽ നോട്ട് ആൻഡ് ദ ഡിനോമെന്റ് യുണൈറ്റ് ഇറ്റ്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഊരാക്കുടുക്കുകളിട്ട് വല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെയുള്ളതിനെയാണ് കോംപ്ലിക്കേഷൻ ഓർ റൈസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് റിയലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തിനെയാണ് ഫോളിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. ടൈപ്പ് ഓഫ് ട്രാജിക് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ടും ഉണ്ട്, കോംപ്ലെക്സ് പ്ലോട്ടും ഉണ്ട്. സിമ്പിൾ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ സിമ്പിളായിരിക്കും. പസ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാവില്ല, പെരിപ്പിറ്റി ഉണ്ടാവില്ല, അനഗ്നോറിസിസ് ഉണ്ടാവില്ല. നല്ലൊരു ട്രാജിക് പ്ലോട്ട് അല്ല എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം. ഇതിൻ്റെ നേരെ തിരിച്ചാണ് കോംപ്ലെക്സ് പ്ലോട്ട്. അതായത് അത് കുറച്ച് പസ്ലിംഗ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, പെരിപ്പിറ്റി അനഗ്നോറിസിസും ഉണ്ടാവും. അതുപോലെ ഇതൊരു നല്ല ട്രാജിക് പ്ലോട്ടും ആയിരിക്കും. സോ ലെറ്റ് us see what is mean by peripetia. Reversal of the situation. It is the turning point, the place during which the tragic protagonist fortune changes from good to bad. അതായത് ഒരു ട്രാജിക് ഹീറോയ്ക്ക് സംഭവിക്കുന്ന റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ ആണ് ഈ പെരിപ്പെറ്റിയ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ചെയ്തു പോകുന്നത് അതിന് നേരെ വിപരീതമായി പോകുന്നു. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറോയുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വരികയാണ്. നല്ല ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഒന്നുകിൽ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും, അദ്ദേഹം അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവനായി മാറും. അങ്ങനെ ആ ഒരു നന്മയിലേക്കോ തിന്മയിലേക്കോ മാറിപ്പോകുന്ന ആ കഥാപാത്രത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിനെ അറിയാതെ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷനെയാണ് നമ്മൾ ഈ പെരിപ്പെറ്റിയ എന്ന് പറയുന്നത്. മൈ ഡിയേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പെരിപ്പെറ്റിയ. കഴിഞ്ഞ 2015 HSA ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അക്കോർഡിംഗ് ടു പോയറ്റിക്സ് ഈസ് ഡാഷ്. The answer is peripetia. So now let us see what is anagnorisis. Recognition or discovery, a sudden enlightenment about a strange fact. അതായത് ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു പെരിപ്പെറ്റിയയിലൂടെ. അങ്ങനെ സംഭവിക്കുന്ന ആ ദുരിതങ്ങൾക്കെല്ലാം അപ്പുറം ഒരു ഡിസ്കവറി അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഉണ്ടാവുകയാണ്. പെരിപ്പെറ്റിയയിൽ പറയുന്നത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അനുജനാണ് എന്നറിയാതെ ഒരു വ്യക്തിയെ കൊല്ലുന്നു എന്ന് വിചാരിച്ചോ. ഈ അനഗ്നോറിസിസിൽ എന്താ സംഭവിക്കുക?
അദ്ദേഹം തിരിച്ചറിയാണ് അന്ന് ഞാൻ കൊന്ന ആ വ്യക്തി എൻ്റെ സഹോദരനായിരുന്നു എന്ന്. അപ്പോൾ അതിനെയാണ് ഒരു റെക്കഗ്നീഷനെയാണ് നമ്മൾ അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെരിപ്പിറ്റിയ വന്നതുകൊണ്ട് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിത് പ്രതീക്ഷിക്കാം അല്ലേ? സോ thus Aristotle says that a good tragic plot will be complex and it have peripetia and anagnorisis. Let's see about tragic hero. Tragic hero എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ട്രൂ ടു ലൈഫ്, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ ട്രൂ ടു ലൈഫ് ആയിരിക്കണം. നോട്ട് ബി എ പെർഫെക്റ്റ് മാൻ, മേ കമ്മിറ്റ് എ മിസ്റ്റേക്ക്. അദ്ദേഹം ഒരു പെർഫെക്റ്റ് മാൻ ആയിരിക്കരുത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ട്രാജിക് ഹീറോ ആക്കാൻ പറ്റില്ല. നല്ല വ്യക്തി ആയിരിക്കണം, നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, ട്രൂ ടു ലൈഫ് ആയിരിക്കണം, പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അടുത്ത പോയിന്റ്, ഗുഡ്. എ ഗുഡ് മാൻ സഫറിങ് ക്യാൻ അറോസ് പിറ്റി ആൻഡ് ഫിയർ. നല്ല ഒരു കഥാപാത്രമായിരിക്കണം. കാരണം ഒരു നല്ല ആൾക്കുണ്ടാകുന്ന ഗതികേടിനെ നമുക്കെല്ലാം അദ്ദേഹത്തോട് കരുണ തോന്നും. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരിക്കണം. നോട്ട് ബി എ ബാഡ് മാൻ ഹൂ ഡിസേർവ്സ് ബാഡ് ഫോർച്യൂൺ. വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബാഡായിട്ടുള്ളൊരു വ്യക്തിയാവരുത്, വളരെ മോശമായിട്ടുള്ള ഒരാളാവരുത്. അദ്ദേഹം മോശമായിട്ടുള്ള ആൾക്ക് മോശം സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രാജഡി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും ഒരു ഫീലും തോന്നൂല. പക്ഷേ അത് നേരെ തിരിച്ചൊരു നല്ല വ്യക്തിക്ക് ഒരു മോശം കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുണ വരും. മാൻ ഹൂ മേക്സ് എറേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ഹമേർഷ്യ ട്രാജിക് ഫ്ലോ. തെറ്റുകൾ സംഭവിക്കാൻ ഇടയുള്ള ഒരു വ്യക്തി, അതായത് ഹമേർഷ്യ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം ട്രാജഡിയിലെ ഹീറോ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ആൻഡ് ലെറ്റ് us see what is mean by ഹമേർഷ്യ. ഹമേർഷ്യ എന്ന് പറഞ്ഞാൽ ട്രാജിക് ഫ്ലോയാണ്. എ ഫാറ്റൽ ഫ്ലോ ലീഡിങ് ടു ദ ഡൗൺഫാൾ ഓഫ് ട്രാജിക് ഹീറോ. ദ ബെസ്റ്റ് സോർട്ട് ഓഫ് ട്രാജിക് ഫ്ലോ ഇസ് എ man highly esteemed and prosperous who falls into misfortune because of some serious hamartia. Example, ഒതല്ലോ. ഒതല്ലോയുടെ ആക്ട് വിത്തൗട്ട് തിങ്കിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഹമേർഷ്യ ആയിട്ട് മാറുന്നത്. ഡെസ്റ്റിമോണിയനെ കുറിച്ച് നമ്മുടെ വില്ലൻ കഥാപാത്രം വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒതല്ലോ അത്രയും ശക്തിമാനും ബുദ്ധിമാനും ഒക്കെയാണ്. പക്ഷെ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരു കഥ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഒതല്ലോയുടെ ഹമേർഷ്യ. ഇതുപോലെ എല്ലാ നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഒരു തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ആൾ കൂടി ആയിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പറഞ്ഞു തന്ന കണ്ടന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായി പഠിക്കുക. ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പാർട്ട് 1ഓ 2ഓ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ.